സ്റ്റാക്ക് എന്ന ഡാറ്റ സ്ട്രക്ചറിൽ നിന്ന് ഡാറ്റയെ ഡിലീറ്റ് ചെയ്യുന്ന ഓപ്പറേഷന് പറയുന്ന പേരാണ് പോപ്പ്. അപ്പോൾ പോപ്പ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഡിലീറ്റ് ആൻ എലമെൻറ്റ് ഫ്രം ദി സ്റ്റാക്ക്. അപ്പോൾ അതിനുള്ള അൽഗോരിതം എഴുതാം. സ്റ്റാക്ക് എന്താണെന്ന് അറിയാലോ, ഒരു ഡാറ്റ സ്ട്രക്ചറാണ്. സ്റ്റാക്ക് ഡാറ്റ സ്ട്രക്ചറിൽ ഡാറ്റേനെ അറേഞ്ച് ചെയ്തിരിക്കുന്ന രീതി ഒരു ഡാറ്റയുടെ മുകളിൽ വേറൊരു ഡാറ്റ എന്നുവെച്ചാൽ നമ്മൾ സ്റ്റാക്കുകൾ അടുക്കി വെച്ച പോലെ ഒന്നിന് മുകളിൽ ഒന്നായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്ന രീതിയെയാണ് സ്റ്റാക്ക് ഡാറ്റ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു ഡാറ്റ സ്ട്രക്ചറിൽ നിന്ന് നമുക്ക് ഡാറ്റയെ ഇൻസേർട്ട് ചെയ്യുന്നതും ഡിലീറ്റ് ചെയ്യുന്നതും ഒരേ എൻഡിൽ നിന്നാണ്. അപ്പോൾ ടോപ്പ് എൻഡിലാണ് നമ്മൾ ഡാറ്റ ഇൻസേർട്ട് ചെയ്യുക, അതുപോലെ തന്നെ ടോപ്പ് എൻഡിൽ നിന്നാണ് ഡാറ്റയെ ഡിലീറ്റ് ചെയ്യുന്നത്. അപ്പോൾ പുഷ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഡാറ്റയെ ഇൻസേർട്ട് ചെയ്യുന്ന ഓപ്പറേഷനാണ്. അത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു തന്നിരുന്നു. ഈ ക്ലാസ്സിൽ പറയാൻ പോകുന്നത് ഒരു ഡാറ്റയെ സ്റ്റാക്കിൽ നിന്ന് ഡിലീറ്റ് ചെയ്യുന്നത്, ഡാറ്റയെ സ്റ്റാക്കിൽ നിന്ന് ഡിലീറ്റ് ചെയ്യുന്ന ഓപ്പറേഷൻ, പോപ്പ് ഓപ്പറേഷൻ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ നോക്കേണ്ടത് ഈ സ്റ്റാക്ക് എംപ്റ്റി ആണോ എന്നാണ്. ഒരു എംപ്റ്റി ആയിട്ടുള്ള സ്റ്റാക്കിൽ നിന്ന് ഡാറ്റയെ ഡിലീറ്റ് ചെയ്യാൻ ശ്രമിച്ചാൽ വരുന്ന അവസ്ഥയാണ്, സിറ്റുവേഷനാണ് സ്റ്റാക്ക് അണ്ടർഫ്ലോ. അപ്പോൾ നമ്മൾ സ്റ്റാക്ക് എംപ്റ്റി ആണോ എന്ന് ചെക്ക് ചെയ്യുക. സ്റ്റാക്ക് എംപ്റ്റി അല്ലെങ്കിലാണ് നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ സ്റ്റാക്ക് എംപ്റ്റി ആണോ എന്ന് നോക്കാനായിട്ട് ഈ ടോസ് നോക്കിയാൽ മതി. ടോസ് എന്ന് പറഞ്ഞാൽ ടോപ്പ് ഓഫ് ദി സ്റ്റാക്ക്. ഈ ടോസ് എപ്പോഴും സ്റ്റാക്കിലെ ഏറ്റവും ടോപ്പിലെ എലമെൻറ്റിനെ ആയിരിക്കും പോയിൻ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു സ്റ്റാക്ക് എംപ്റ്റി ആണെങ്കിൽ ഇപ്പോൾ ഈ സ്റ്റാക്കിൽ നിന്ന് ഈ ഡാറ്റ 40, 30, 20, 10 കംപ്ലീറ്റ് ഡിലീറ്റ് ചെയ്തു വിചാരിക്കുക. അപ്പോൾ ടോസ് ഓരോ പ്രാവശ്യം ഡിലീറ്റ് ചെയ്യുമ്പോൾ ടോസ് താഴോട്ട് വന്ന് ലാസ്റ്റ് എംപ്റ്റി സ്റ്റാക്ക് ആണെങ്കിൽ ടോസ് എന്തായിരിക്കും -1 ആവും. അപ്പോൾ ടോസ് ഗ്രേറ്റർ ദാൻ -1 ആണോ എന്നാണ് ആദ്യം ചെക്ക് ചെയ്യേണ്ടത്. ടോസ് ഇപ്പോൾ ഇവിടെയാണ്, ഇതൊരു ഫുൾ സ്റ്റാക്കാണ്. അപ്പോൾ ടോസ് ഗ്രേറ്റർ ദാൻ -1 ആണോ എന്നുള്ള കണ്ടീഷൻ നോക്കുമ്പോൾ യെസ്, ഇത് കണ്ടീഷൻ ട്രൂ ആണ്. അപ്പോൾ ഈ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ്, ഈ സ്റ്റാക്കിലെ ടോപ്പിലെ എലമെൻറ്റിനെ വാൽ എന്ന് പറഞ്ഞൊരു വേരിയബിളിലേക്ക് അസൈൻ ചെയ്യുന്നു. ദാറ്റ് ഈസ് വാൽ ഈക്വൽ ടു സ്റ്റാക്ക് ഓഫ് ടോസ്. ടോപ്പ് ഓഫ് ദി സ്റ്റാക്കിലുള്ള ഈ വാല്യൂവിനെ എവിടേക്ക് അസൈൻ ചെയ്യും, വാൽ എന്ന് പറഞ്ഞൊരു വേരിയബിളിലേക്ക് അസൈൻ ചെയ്യുന്നു. അപ്പം ഇങ്ങനെ അസൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഇനി ടോപ്പ് ഏതായിരിക്കും, 30 അല്ലേ ടോപ്പ്. അപ്പോൾ ടോസ് എവിടേക്ക് വരും, താഴോട്ട് വരും. ടോസ് ഈക്വൽ ടു ടോസ് -1. ഇനിയും നമുക്ക് അടുത്ത എലമെൻറ്റിനെ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ വീണ്ടും നോക്കാണ് ടോസ് ഗ്രേറ്റർ ദാൻ -1 ആണോ എന്ന്. ആണെങ്കിൽ നമുക്ക് വീണ്ടും എന്ത് ചെയ്യാം, ഈ ടോസിലുള്ള വാല്യൂവിനെ വാൽ ഈക്വൽ ടു സ്റ്റാക്ക് ഓഫ് ടോസ്, വാൽ എന്ന് പറഞ്ഞ വേരിയബിളിലേക്ക് അസൈൻ ചെയ്യുന്നു. അപ്പോൾ ഇതും ഡിലീറ്റ് ആയിപ്പോയി. ഇപ്പോൾ ടോപ്പ് ഓഫ് ദി സ്റ്റാക്ക് ഏതാ, 20 ആണ്. അപ്പോൾ ടോസ് ഏതാണ്, ഇവിടേക്ക് വരും. ടോസ് ഈക്വൽ ടു ടോസ് -1. അടുത്ത സ്റ്റെപ്പിൽ എന്താണ്, വീണ്ടും ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ടോസ് ഗ്രേറ്റർ ദാൻ -1 ആണ്. അപ്പോൾ വീണ്ടും ഇതുപോലെ തന്നെ ടോപ്പിലുള്ള എലമെൻറ്റിനെ വാലിലേക്ക് അസൈൻ ചെയ്യുന്നു. അതിനുശേഷം ഇപ്പോൾ ടോപ്പ് ഓഫ് ദി സ്റ്റാക്ക് 10 ആണ്. ഈ ടോസ് ഇതിനെ പോയിൻ്റ് ചെയ്യുന്നു 10ലേക്ക്. ഇനിയും ഡിലീറ്റ് ചെയ്യാം, കാരണം ടോസ് ഗ്രേറ്റർ ദാൻ -1 ആണ്. അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്യും, ടോപ്പ് ഓഫ് ദി സ്റ്റാക്കിലുള്ള എലമെൻറ്റിനെ വാലിലേക്ക് അസൈൻ ചെയ്യുന്നു, ഈ വേരിയബിളിലേക്ക്. അപ്പോൾ ഈ വാല്യൂവിനെ വാലിലേക്ക് അസൈൻ ചെയ്യുന്നു. ശേഷം ഓരോ പ്രാവശ്യം ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ടോസ് എന്താവും, ടോസ് -1. ഇവിടെ എത്തുമ്പോൾ കണ്ടീഷൻ നോക്കുകയാണ്, ടോസ് ഗ്രേറ്റർ ദാൻ -1 ആണോ എന്ന്. അല്ല ടോസ് ഈക്വൽ ടു -1 ആണ്. അപ്പോൾ ഈ കണ്ടീഷൻ ഫാൾസായി. ഈ കണ്ടീഷൻ, ഇഫ് കണ്ടീഷൻ ഫാൾസ് ആണെങ്കിൽ ഏത് സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുക, എൽസ് പാർട്ടിൽ എന്ത് ചെയ്തിട്ടുള്ളത്, പ്രിൻറ്റ് സ്റ്റാക്ക് അണ്ടർഫ്ലോ. അപ്പോൾ ടോസ് ഇവിടെ എത്തുമ്പോൾ പ്രിൻറ്റ് സ്റ്റാക്ക് അണ്ടർഫ്ലോ എന്ന് വരും. പിന്നെ ഇഫ്, എൻഡ് ഓഫ് ഇഫ് എക്സിറ്റ് ചെയ്യും, നിന്ന് പുറത്ത് കിടക്കും. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കിയാൽ സ്റ്റാക്ക് ഓപ്പറേഷൻ ഇപ്പോൾ ഇവിടെ 10നെയും ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഔട്ട്പുട്ട്, നമുക്കിത് പ്രിൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ സ്ട്രിങ്ങിനെ റിവേഴ്സ് ചെയ്തിട്ടാണ് വരുന്നത് അല്ലേ. 10, 20, 30, 40 എന്നുള്ളതിൽ നമുക്ക് റിവേഴ്സ് ചെയ്തിട്ടാണ് ഔട്ട്പുട്ട് കിട്ടിയത്. അപ്പോൾ ഒരു സ്ട്രിങ്ങോ ഇതുപോലെ ഇൻറ്റീജേഴ്സ് അറേയൊക്കെ നമുക്ക് റിവേഴ്സ് ചെയ്യണമെങ്കിൽ ഈ സ്റ്റാക്ക് എന്ന് പറഞ്ഞ ഡാറ്റ സ്ട്രക്ചർ ഉപയോഗിക്കാം. ഇതിനാണ് ഈ സ്റ്റാക്ക് എന്ന് പറഞ്ഞ ഡാറ്റ സ്ട്രക്ചർ പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത്. അപ്പോൾ സ്റ്റാക്ക് എന്ന് പറഞ്ഞ ഡാറ്റ സ്ട്രക്ചറിനെ കുറിച്ച് പറയാൻ, ഡാറ്റ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്, ഡാറ്റയെ അറേഞ്ച് ചെയ്തിരിക്കുന്ന രീതി മെമ്മറിയിൽ. അപ്പോൾ നമുക്കൊരു ഓർഗനൈസ് ചെയ്ത് ഡാറ്റയെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആക്സസ് ചെയ്യാൻ എളുപ്പമായിരിക്കും. അപ്പോൾ അതിനാണ് ഈ ഡാറ്റയെ ഓർഗനൈസ് ചെയ്ത് വെക്കുന്നത്. ഇപ്പോൾ നമ്മൾ വീട്ടിലാണെങ്കിൽ കുട്ടികളുടെ എല്ലാവരും ഷൂ ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ അവിടെ ഇവിടെയൊക്കെ വലിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്കത് ആക്സസ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഏതെങ്കിലും ഒരു രീതിയിൽ ആ ഷൂവിനെയൊക്കെ നമ്മൾ ഓർഗനൈസ് ചെയ്ത് വയ്ക്കും. അപ്പോൾ ഏത് ഡാറ്റയെ ഓർഗനൈസ് ചെയ്ത് വെച്ചാലാണ് നമുക്ക് ആക്സസ് ചെയ്യാൻ എളുപ്പമുണ്ടാവുക. അപ്പോൾ അതുപോലെ തന്നെ ഇത് ഇങ്ങനെ പല രീതിയിൽ നമുക്ക് ഓർഗനൈസ് ചെയ്ത് വയ്ക്കാം.
നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പഠിച്ചതാണ് എറേ എന്ന് പറഞ്ഞൊരു ഡാറ്റ സ്ട്രക്ചർ. എറേ എന്ന് പറഞ്ഞ ഡാറ്റ സ്ട്രക്ചർ, സ്ട്രക്ചർ എന്ന് പറഞ്ഞ ഡാറ്റ സ്ട്രക്ചർ. എറേയിൽ എങ്ങനെയാണ് സെയിം ടൈപ്പ് ഓഫ് ഡാറ്റേനെ ഒരു പേരിൽ സ്റ്റോർ ചെയ്യുന്നതാണ് എറേ. സ്ട്രക്ചർ എങ്ങനെയാണ് മൾട്ടിപ്പിൾ ടൈപ്പ് ഓഫ് ഡാറ്റാസ് ഒറ്റ പേരിൽ സ്റ്റോർ ചെയ്യുന്നതാണ് സ്ട്രക്ചർ. ഇനി സ്റ്റാക്ക് ക്യൂ എന്ന് പറഞ്ഞ ലീനിയർ ഡാറ്റ സ്ട്രക്ചർ ഉണ്ട്. ഇതിലെങ്ങനെയാണെന്ന് വെച്ചാൽ സീക്വൻഷ്യലായിട്ടാണ് ഡാറ്റയെ ഇൻസെർട്ട് ചെയ്യുന്നതും ആക്സസ് ചെയ്യുന്നതും. ഈ സ്റ്റാക്ക് എന്ന് പറഞ്ഞ സ്റ്റാക്ക് ക്യൂ ലിങ്ക്ഡ് ലിസ്റ്റ്, ഇതിൽ സ്റ്റാക്ക് എന്ന് പറഞ്ഞ ഡാറ്റ സ്ട്രക്ചറിൽ ഡാറ്റയെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഒന്നിന് മുകളിൽ ഒന്നായിട്ടാണ്. അതിലേക്ക് ഡാറ്റ ഇൻസെർട്ട് ചെയ്യുന്ന ഓപ്പറേഷനാണ് പുഷ് ഓപ്പറേഷൻ, ഡാറ്റയെ ഡിലീറ്റ് ചെയ്യുന്ന ഓപ്പറേഷനാണ് പോപ്പ് ഓപ്പറേഷൻ. അപ്പോൾ എക്സാമിന് ചോദിക്കും, ഇത് പ്രിൻസിപ്പിൾ ചോദിക്കുമ്പോൾ സ്റ്റാക്കിൽ ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്, ഇതാണ് സ്റ്റാക്കിൻ്റെ പ്രിൻസിപ്പിൾ. അതിൽ ഡാറ്റയെ അറേഞ്ച് ചെയ്തിരിക്കുന്ന രീതി ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് രീതിയിലാണ്. പിന്നെ അതിൻ്റെ ഓപ്പറേഷൻസ് വെച്ചിട്ട് പുഷും പോപ്പ് ഓപ്പറേഷനാണുള്ളത്. പുഷ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ സ്റ്റാക്കിലേക്ക് ഇൻസേർട്ട് ചെയ്യുന്നത്, പോപ്പ് ഓപ്പറേഷൻ സ്റ്റാക്കിൽ നിന്ന് ഡാറ്റയെ ഡിലീറ്റ് ചെയ്യുന്നത്. പിന്നെ ഓവർഫ്ലോ അണ്ടർഫ്ലോ എക്സാമിന് ചോദിക്കും. ഓവർഫ്ലോ എന്ന് പറഞ്ഞാൽ നിറഞ്ഞിരിക്കുന്ന ഫുള്ളായിരിക്കുന്ന ഒരു സ്റ്റാക്കിലേക്ക് വീണ്ടും ഇൻസേർട്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ വരുന്ന കണ്ടീഷനാണ്, സിറ്റുവേഷനാണ് ഓവർഫ്ലോ. അതേസമയം അണ്ടർഫ്ലോ എന്ന് പറഞ്ഞാൽ എം ടി ആയിട്ടുള്ളൊരു സ്റ്റാക്കിൽ നിന്ന് ഡാറ്റയെ ഡിലീറ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ വരുന്ന സിറ്റുവേഷനാണ് അണ്ടർഫ്ലോ. അപ്പോൾ എക്സാമിന് ഈ രണ്ട് അൽഗോരിതംസ്, പുഷ് ഓപ്പറേഷൻ്റെയും പോപ്പ് ഓപ്പറേഷൻ്റെ അൽഗോരിതം ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ അണ്ടർഫ്ലോ ഓവർഫ്ലോ ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാമിന് വരാവുന്ന ഒരു ക്വസ്റ്റ്യനാണിത്. നന്നായി പഠിക്കുക.